നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് UAE. കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുന്നവരെയും അനധികൃതമായി രാജ്യത്ത് തുടരുന്നവരെയും ജോലിക്കെടുക്കരുതെന്ന് സർക്കാർ വ്യക്തമാക്കി. മാർച്ച് 1 മുൻപ് വിസ കാലാവധി കഴിഞ്ഞവരാണ് ഈ മാസം 31 മുൻപ് UAE വിടണമെന്ന് ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അറിയിച്ചത്. നിയമലംഘകർക്ക് ശിക്ഷ കൂടാതെ രാജ്യം വിടാൻ നൽകിയ ആനുകൂല്യം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചു. ജനുവരി 1 മുതൽ പരിശോധന ശക്തമാക്കും. പിടിക്കപ്പെടുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. നിർദ്ദേശം അവഗണിച്ച് അനധികൃത താമസക്കാരെ ജോലിക്കെടുത്താൽ ഏറ്റവും കുറഞ്ഞത് 50,000 മുതൽ 1,00,000 ദിർഹം വരെ പിഴ നൽകേണ്ടി വരും. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താൻ റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികൾ തുടരും. നിയമങ്ങൾ ലംഘിക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതിന് തുല്യമാണെന്നും അധികൃതർ പറയുന്നു. വിവരങ്ങൾക്ക് 800-453 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നടപടികൾ ഇങ്ങനെ: വിസ നിയമലംഘകരുടെ സ്പോൺസർഷിപ്പിൽ ആശ്രിതരുണ്ടെങ്കിൽ അവരും യഥാസമയം രാജ്യം വിടണം. നിക്ഷേപകരോ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ബിസിനസ് പങ്കാളികളോ ആണെങ്കിൽ നിയമപരമായ നടപടികളും കേസുകളും പൂർത്തിയാക്കിയാലേ രാജ്യം വിടാനാകൂ. മാർച്ച് 1 മുൻപ് സന്ദർശക ടൂറിസ്റ്റ് വിസകളിൽ UAE എത്തുകയും കോവിഡ് മൂലം രാജ്യാന്തര വിമാന സർവീസ് നിർത്തലാക്കിയതോടെ മടങ്ങാൻ കഴിയാതിരുന്നവർക്ക് പിഴ കൂടാതെ ഡിസംബർ 31 രാജ്യം വിടാം. അബുദാബി, ഷാർജ, റാസൽ ഖൈമ വിമാനത്താവളം വഴി പോകുന്നവർ വിമാന ടിക്കറ്റും പാസ്പോർട്ടുമായി 6 മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിലെത്തി നടപടി പൂർത്തിയാക്കണം. ദുബായ് അൽ മക്തും രാജ്യാന്തര വിമാനത്താവളം വഴിയാണ് പോകുന്നതെങ്കിൽ വിമാനത്താവളത്തിലെ ദുബായ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സെന്ററിൽ യാത്രയ്ക്ക് 48 മണിക്കൂർ മുൻപ് റിപ്പോർട്ട് ചെയ്യണം. റെസിഡൻസ് വിസ കാലാവധി കഴിഞ്ഞവർ നിശ്ചിത ദിവസം 4 മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിൽ എത്തണം. മാർച്ച് 1 ശേഷം വിസ കാലാവധി കഴിയുകയോ ജോലി നഷ്ടപ്പെടുകയോ ചെയ്തവർ പിഴ അടച്ചാലേ രാജ്യം വിടാനാകൂ. തൊഴിൽ വിസ കാലാവധി കഴിഞ്ഞവർക്ക് പ്രതിദിനം 25 ദിർഹവും എമിറേറ്റ്സ് ID പുതുക്കാത്തതിന് 20 ദിർഹവുമാണ് പിഴ. ഇതോടൊപ്പം തന്നെ 250 ദിർഹം കൂടി നൽകണം. ടൂറിസ്റ്റ് വിസ കാലാവധി അവസാനിച്ചവർക്ക് ആദ്യ ദിനം 200 ദിർഹവും പിന്നീടുള്ള ദിവസത്തിന് 100 ദിർഹം വീതവുമാണ് പിഴ. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.